അദ്ദേഹത്തോട് ഈ ഒരു ചോദ്യം ചോദിച്ചു. അങ്ങനെയാണ് നാളെ ഒരാൾ നിങ്ങളുടെ ക്ലിനിക്കിലേക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ ട്രാൻസ്പീഷീസ് ആയിട്ടൊരു പട്ടിയാണ് പൂച്ചയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു അങ്ങനെ അംഗീകരിക്കാൻ പറ്റില്ല, അങ്ങനെ പോടാ, എൻ്റെ മുമ്പിൽ ആരെയും വന്നിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ പറഞ്ഞു അങ്ങനെയുള്ള ആൾക്കാർ വന്നിട്ടുണ്ടല്ലോ, യൂറോപ്പിലൊക്കെ വന്നിട്ടുണ്ടല്ലോ, അതൊന്നും നമ്മൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വാഭാവികമായിട്ട് എല്ലാവരെയും മനസ്സിലുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഒരു പുരോഗമനം എന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ ഒന്നും മിണ്ടണ്ട, അത് പരിശോധിക്കാൻ പറയും. എൻ്റെ ലീനിയേജ് ചെയ്യേണ്ടി വരും, എൻ്റെ ആ നിലയ്ക്കുള്ള ഒരു ഐഡൻറ്റിറ്റി പരിശോധിച്ച് മാത്രമേ എനിക്ക് കിട്ടുള്ളൂ. പലപ്പോഴും നമുക്കറിയാം ഈ ഉപജാതികളിൽപ്പെട്ട പല ജാതികളും ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പോലും എക്സ്ക്ലൂഡ് ചെയ്യപ്പെട്ടില്ല, ചിലത് ഇൻക്ലൂഡ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന സെൽഫ് പെർസീവ്ഡ് സാധനമുണ്ടല്ലോ, ഐഡൻറ്റിഫിക്കേഷൻ, ഇതാകെ കൂടെ ഉള്ളത് ഇതിലുള്ളൂ. പക്ഷേ 2019 നിയമം അത് ഭേദഗതി ചെയ്താണ് 2014 സുപ്രീം കോടതി വിധിയെയും സുപ്രീം കോടതി വിധിയെയും ഏതാണ്ട് തിരുത്തിക്കൊണ്ട് ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് പുതിയൊരു അമെൻമെൻറ്റ് കൊണ്ടുവന്നത്. അതായത് ജെൻഡർ ഇനി സ്വയം പ്രഖ്യാപിതമല്ല എന്നുള്ളതാണ്. എത്ര യാഥാർത്ഥ്യബോധത്തോടെയാണ് ഈ അമെൻമെൻറ്റ് കൊണ്ടുവന്നത് എന്നത് ഒന്ന് ചർച്ച ചെയ്യേണ്ടിയിരുന്നു. ഏതൊരു നിയമനിർമ്മാണം നടത്തുമ്പോഴും അതിൻ്റെ പിറകിൽ കൃത്യമായിട്ടുള്ള ചില ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ടാവും. പലപ്പോഴും ചില അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, ചില സംരക്ഷണങ്ങൾ നൽകാൻ വേണ്ടിയിട്ട്, ചില കാര്യങ്ങൾ രാഷ്ട്രം വിഭാവനം ചെയ്യുന്ന ചില കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഉള്ള നിയമങ്ങളിൽ എന്തെങ്കിലും അവ്യക്തതകളുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടത് സർക്കാരിൻ്റെ തന്നെ ബാധ്യതയാണ്. അപ്പോൾ ഈ വിഷയത്തിലും സർക്കാർ പറഞ്ഞ 2-3 പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ഉണ്ട്. ആ പോയിൻറ്റ്സിൽ ഒന്നാമത്തെ എന്ത് തന്നെയാണ്, ഈ ജെൻഡറുമായി ബന്ധപ്പെട്ട ഡെഫനിഷൻസ് അവ്യക്തത ഉണ്ടെന്നുള്ളതാണ്. അതെ. അപ്പോൾ ആ അവ്യക്തതകൾ തിരുത്തിയിട്ടില്ലെങ്കിൽ ജെന്യൂനായി ഈ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങളും സംരക്ഷണങ്ങളും ലഭിക്കാതെ പോകും, അല്ലെങ്കിൽ അവരെ കണ്ടെത്തുന്നതിന് പ്രയാസം സൃഷ്ടിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആ നിലയ്ക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അപ്പോൾ ഈ പുതിയ ഡെഫിനിഷൻ ഇതിന് ആ നിലയിൽ വ്യക്തത വരുത്തുന്നുണ്ടോ, അതോ മറ്റേതെങ്കിലും രീതിയിലുള്ള ലംഘനങ്ങളിലേക്ക് പോകുന്നുണ്ടോ നമ്മൾ നോക്കേണ്ടത്. ഇവിടെ പ്രധാനമായിട്ടും ഈ നിയമം തിരുത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അതായത് റൈറ്റ് ടു സെൽഫ് പെർസീവ്ഡ് ജെൻഡർ ഐഡൻറ്റിറ്റി എന്നുള്ളതാണ്. അവനവന് ഇഷ്ടപ്രകാരം തിരഞ്ഞെടുക്കാവുന്ന, അവനവൻ്റെ തോന്നലുകൾക്കനുസരിച്ച് ഇച്ഛാനിഷ്ടം തിരഞ്ഞെടുക്കാവുന്നതാണ് ജെൻഡർ എന്നുള്ള ഒരു ആശയത്തെ, അതിനെയാണ് ഇവിടെ മാറ്റിയത്. മറിച്ച് പ്രത്യേകിച്ചും അവിടെ ട്രാൻസ്ജെൻഡർ പേഴ്സൺ എന്ന് തന്നെ അതിനെ ഡിഫൈൻ ചെയ്തു. അപ്പോൾ നേരത്തെയുള്ള ഈ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഇപ്പോൾ നെൽസ എന്ന് പറയുന്ന 2014 ജഡ്ജി പൊതുവെ പറയാറില്ല, അതൊക്കെ വെച്ചെന്താ വെച്ചാൽ ഒരു റൈറ്റ് ടു ബോഡി ഓട്ടോണമി ഉണ്ടായിരുന്നു. ഇത് അവനവൻ്റെ ശരീരം അവനവൻ്റെ അവകാശമാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മറ്റാർക്കെങ്കിലും ഇടപെടാനോ ആ തീരുമാനങ്ങളെ മറ്റാരെങ്കിലും സ്വാധീനിക്കാനോ അല്ലെങ്കിൽ നിയമപരമായിട്ട് അതിന് മറികടക്കാനോ പറ്റുകയില്ല എന്നുള്ള രൂപത്തിൽ ഇവിടെയാണ് സർക്കാർ ഒന്നാമത്തെ ഒരു തിരുത്തു കൊണ്ടുവന്നിട്ടുള്ളത്. അതെന്താ വെച്ചാൽ അത് തങ്ങളുടേതല്ലാത്ത കുറ്റങ്ങൾ കൊണ്ട്, അത് വേറെ തരത്തിൽ പറഞ്ഞാൽ ബയോളജിക്കലായ റീസൺസ് കൊണ്ടും പിന്നെ മറ്റു മാർഗങ്ങളൊന്നുമില്ലാത്തതുകൊണ്ടും, അതായത് അവരെന്ന് വെച്ചാൽ ടോട്ടലി ആ നിലയ്ക്ക് ട്രാപ്ഡ് ആണ്, ആ നിലയ്ക്ക് ജെൻഡർ ട്രാൻസ്ജെൻഡറായി തന്നെ നിലനിൽക്കുന്ന വ്യക്തികൾ മാത്രമല്ല, അവർ സോഷ്യലി സിവിയറായിട്ടുള്ള സോഷ്യൽ എക്സ്ക്ലൂഷൻ, അതായത് സമൂഹത്തിൽ നിന്നുള്ള ഒരു അകറ്റപ്പെടുന്ന ഒരവസ്ഥ ഈ ഒരു പ്രത്യേക ഐഡൻറ്റിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഇത് അനുഭവിക്കുന്ന വിഭാഗങ്ങളുടെ ഇവർക്ക് വേണ്ടിയാണ് ഈ നിയമം കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ആ നിയമം അവരെ പരമാവധി സംരക്ഷിക്കുന്നതായിരിക്കും എന്നുള്ളതാണ്. ഈ നമ്മൾ ഈ പല നിയമങ്ങളും നടപ്പാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ആ നിയമങ്ങൾ എത്രത്തോളം വേഗമാണെന്നുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ പരിമിതികൾ പലപ്പോഴും ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ ഈ മറ്റേ അമെൻമെൻറ്റ് ബില്ലിൽ പറഞ്ഞ കൃത്യമായ ഒരു വാചകം എന്താ വെച്ചാൽ ദി പ്രൊട്ടക്ഷൻ ആൻഡ് ബെനിഫിറ്റ്സ് ദാറ്റ് ആർ പ്രൊവൈഡഡ് അണ്ടർ ദി ആക്ട് ആർ വാസ്റ്റ് ഇൻ നേച്ചർ. ഈ ഒരു ആക്ട് അനുസരിച്ച് അല്ലെങ്കിൽ അത് വിഭാവനം ചെയ്യുന്ന പിന്നെ ആനുകൂല്യങ്ങൾ, അതുപോലെ തന്നെ സംരക്ഷണം, ഇത് വളരെ വാസ്റ്റാണ്, വൈപുല്യമുള്ള ഒന്നാണ്. വെച്ചാൽ വളരെ ഒരു പക്ഷേ ഇത്തരം ആളുകൾക്ക് ശരിക്കും ലഭിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ലഭിക്കേണ്ട സംരക്ഷണവും റൈറ്റുകളും ഒരുപാടുണ്ട്. എന്നാൽ ആൻഡ് ദെയർ ഫോർ കെയർ ഹാസ് ടു ബി ടേക്കൺ,
അതുകൊണ്ട് തന്നെ ഇത് വളരെ കെയർഫുള്ളായിട്ട് മാത്രമാണ് ഡിഫൈൻ ചെയ്യുകയും ഡിസൈഡ് ചെയ്യുകയും ചെയ്യാൻ ആരാണ് ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ ആരാണ് ഈ അവകാശങ്ങൾക്ക് അർഹരെന്നുള്ളത് കണ്ടെത്തുന്ന കാര്യത്തിൽ വളരെ കെയർഫുൾ ആകണം. എന്തുകൊണ്ട്? ദാറ്റ് സച്ച് ഐഡൻറ്റിഫിക്കേഷൻ ക്യാൻ നോട്ട് ബി എക്സ്റ്റെൻഡഡ് ഓൺ ദ ബേസിസ് ഓഫ് എനി അക്വയറബിൾ ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് ഒരാൾക്ക് ആർജിക്കാൻ പറ്റുന്ന, സ്വയം നേടിയെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ക്യാരക്ടറിസ്റ്റിക്കുകളുടെ പേരിൽ ഈ അവകാശങ്ങൾ അവർക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ആരും എന്ത് ചെയ്യും? ആ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം എന്ത് ചെയ്യും? നടത്തും. ഓർ പേഴ്സണൽ ചോയ്സ്, ഒരാളുടെ വ്യക്തിപരമായിട്ട് ചോയ്സായിട്ട് അയാൾ പറയുകയാണ് ഞാൻ ഇന്നതാണ്, അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണം, ഇത് കിട്ടണം എന്ന് പറയുന്നൊരവസ്ഥ. ഓർ ക്ലെയിംഡ് സെൽഫ് പെർസീവ്ഡ് ഐഡൻറ്റിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ, അവൻ സ്വയം അവകാശപ്പെടുന്ന, അവൻ പെർസീവ് ചെയ്യുന്നൊരു ഐഡൻറ്റിറ്റി, ഞാൻ ഇന്നതാണെന്ന് അവൻ സ്വയം, എനിക്കങ്ങനെ തോന്നുന്നത്, ഞാനൊരു ട്രാൻസ് വുമണാണ്, ട്രാൻസ് മെന്നാണ്, അല്ലെങ്കിൽ ബൈസെക്ഷുവലാണ്, മറ്റെന്തോ ആയിക്കോട്ടെ, ഇത് പറയുന്നു. ഇതങ്ങനെ പറയുന്ന രൂപത്തിൽ ഒരാൾ സ്വയം പെർസീവ് ചെയ്യുന്ന ഒരു ഐഡൻറ്റിറ്റി, ഇതിൻ്റെ പേരിലൊന്നും തന്നെ അത്തരക്കാർക്ക് ഈ അവകാശങ്ങൾ വകവച്ച് നൽകാനോ അല്ലെങ്കിൽ ഈ സംരക്ഷണങ്ങൾ, ഈ പ്രൊട്ടക്ഷൻസ് കൊടുക്കാനോ പറ്റൂല എന്നുള്ളതാണ്. ഇത് വളരെ ക്ലിയറാണെന്ന് ഞാൻ പറയുന്നത്. കാരണം ഇവിടെ ഇപ്പം ഞാൻ പറയാണ്, ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ SC/ST വിഭാഗങ്ങൾക്ക് ധാരാളം ആനുകൂല്യങ്ങളുണ്ട് അല്ലേ. എൻ്റെ മുടി നല്ല ചുരുണ്ട മുടിയാണ്, ഞാൻ കറുത്തിട്ട് ആണ്. അത് മൊത്തത്തിൽ എൻ്റെ ഫീച്ചേഴ്സൊക്കെ നോക്കിയാൽ പോലും നമുക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് തന്നെ തോന്നും ഞാൻ വേറൊരു പിന്നെ ഇരുള വിഭാഗമോ അല്ലെങ്കിൽ മുടുക വിഭാഗമൊക്കെയാണ് തോന്നുന്നു വയ്ക്കാം. ഞാൻ പറയാണ്, ഞാനൊരു ഷെഡ്യൂൾഡ് ട്രൈബിൽപ്പെട്ട ആളാണ്, അതുകൊണ്ട് എനിക്ക് ആ വിഭാഗത്തിൽപ്പെട്ടവർക്ക് കിട്ടുന്ന അവകാശങ്ങൾ കിട്ടണമെന്ന് പറഞ്ഞാൽ സർക്കാർ എന്താ ചെയ്യുക? കീർത്താഡ്സിനോട് എന്ത് ചെയ്യും? അത് പരിശോധിക്കാൻ പറയും. എൻ്റെ ലീനിയേജ് ചെയ്യേണ്ടി വരും. എൻ്റെ ആ നിലയ്ക്കുള്ള ഒരു ഐഡൻറ്റിറ്റി പരിശോധിച്ച് മാത്രമേ എനിക്ക് കിട്ടുള്ളൂ. പലപ്പോഴും നമുക്കറിയാം, ഈ ഉപജാതികളിൽപ്പെട്ട പല ജാതികളും ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പോലും എക്സ്ക്ലൂഡ് ചെയ്യപ്പെട്ടില്ല, ചിലത് ഇൻക്ലൂഡ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന സെൽഫ് പെർസീവ്ഡ് സാധനം ഉണ്ടല്ലോ, ഐഡൻറ്റിഫിക്കേഷൻ, ഇതാകെ കൂടുള്ളത് ഇതിലുള്ളൂ, ആകെ കൂടുതൽ ഇതിലെത്തു. അതായത് സ്വയം നിർണയാവകാശം എന്ന് പറയുന്നത്. അപ്പോൾ പണ്ട് കാലത്ത് നമ്മൾ ആർ ബാലകൃഷ്ണപിള്ള ഇത് ഭയങ്കരമായിട്ടുള്ള കേസ് വന്നു. എന്താ പ്രശ്നം? കേരളം ഇതൊരു മറ്റൊരു സംസ്ഥാനം എന്ന തലത്തിൽ സ്വയം നിർണയാവകാശം വേണം, കാരണം നമ്മുടെ സമ്പത്ത് നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഈ GST അന്ന് GST ഒന്നുമില്ല കേട്ടോ, ഈ നിലയ്ക്ക് എന്താണ് സർക്കാർ കൊള്ളയടിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥ പറ്റില്ല, നമുക്ക് എന്ത് ചെയ്യണം, ഇത് ഉപയോഗിക്കാൻ പറ്റണം എന്നുള്ളതാണ്. ഇപ്പോൾ ഖലിസ്ഥാനവാദത്തിന് എന്തായിരുന്നു? രാഷ്ട്രീയത്തിലൊരു സ്വയം നിർണയാവകാശ വാദമായിരുന്നത്. അപ്പോൾ ഇത് നമുക്ക് മറ്റൊന്നിലും മതം പോലും മാറണമെങ്കിൽ ഇപ്പം എന്തുണ്ട്? അദ്ദേഹത്തിന് കൃത്യമായിട്ട് ചില ചട്ടക്കൂടുകൾക്കകത്തൂടെ കടന്നുപോയേ പറ്റുള്ളൂ. അപ്പോൾ എന്നാൽ ഇതിനേക്കാളൊക്കെ വിസിബിളായ, ഇതിനേക്കാളെല്ലാം വ്യക്തമായ ഒരാൾക്ക് നിർണ്ണയിക്കാൻ പറ്റുന്ന സാധനമാണ്, ബയോളജിക്കലായിട്ടുള്ളൊരു സാധനമാണ് ശരിക്കും പറഞ്ഞത്. പക്ഷെ അതിൽ മാത്രം ഈ സ്വയം നിർണയാവകാശം പിന്നെ ഒരാളുടെ വ്യക്തിക്ക് അയാൾ തോന്നലുകനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സർക്കാർ ഇതിനകത്ത് പിന്നെ പറഞ്ഞാൽ, അതായത് ഇതിൽ ഈ സ്പെസിഫിക് ക്ലാസ്സുകൾക്കാണ് ഈ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ അവകാശം കിട്ടുന്നത്. അതുകൊണ്ട് സർക്കാർ ദ പർപ്പസ് വാസ് ആൻഡ് ഈസ് not to protect each and every class of persons with varied gender identities, self-perceived sex, gender identities or gender fluidities. അപ്പോൾ ഈ നിയമത്തിൻ്റെ പരിമിതി എന്തായിരുന്നു? ഇത് എന്തിനാണ് ചെയ്യുന്നത്? ഇത്ര കാലം ഏതൊക്കെ രീതിയിലുള്ള പിന്നെ വ്യത്യസ്തമായിട്ടുള്ള ജെൻഡർ ഐഡൻറ്റിറ്റീസ് ഉണ്ടോ, അല്ലെങ്കിൽ സെൽഫ് പെർസീവ്ഡ് ആയിട്ടുള്ള സ്വയം അവൻ നിർണ്ണയിച്ച പിന്നെ ജെൻഡർ ഐഡൻറ്റിറ്റീസ് ഉണ്ടായിരുന്നോ, ജെൻഡർ ഫ്ലൂയിഡിറ്റീസ്, അത് ഇടയ്ക്കിടയ്ക്ക് മാറി മറിയുന്ന രൂപത്തിലുള്ള ഐഡൻറ്റിറ്റീസ് ഉണ്ടായിരുന്നു, ഇവർക്കെല്ലാം പ്രൊട്ടക്ഷൻ കൊടുത്തിരുന്നു. അപ്പോൾ അവർക്കല്ല ഇത് കിട്ടേണ്ടത്, മറിച്ച് വളരെ ഒബ്ജക്റ്റിഫൈഡ് ആയിട്ട് കൃത്യമായി ഈ ട്രാൻസ്ജെൻഡർ പേഴ്സൺ എന്ന് പറയുന്നവർക്ക് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അത്രയും ഭാഗങ്ങൾ വളരെ കൃത്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമല്ല, അത് എന്താ പറയുന്നതിന് ഒരു മജിസ്ട്രേറ്റാണ് ഇത് സർട്ടിഫൈ ചെയ്യേണ്ടത്. അത് സർട്ടിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ മെഡിക്കൽ ബോർഡിൻ്റെ മുൻപിൽ ഇവർ ഹാജരാകണം. എന്നിട്ട് ആ മെഡിക്കൽ ബോർഡ് എന്ത് ചെയ്യണം, തീരുമാനിക്കണം. അപ്പോൾ ഇവിടെ ഈ ട്രാൻസ് മെഡിക്കൽസ് എന്നുള്ളതിനെ വളരെ മുൻപ് തന്നെ എതിർത്തിട്ടുണ്ട് വരെ. അതൊരിക്കലും എന്താണ് ഒരു വ്യക്തിയുടെ ചോയ്സിനെ അല്ലെങ്കിൽ അയാളുടെ വ്യക്തിപരമായ റൈറ്റിനെ ഒരു മെഡിക്കൽ ബോർഡിൻ്റെ മുമ്പിൽ പോയിട്ട്
പ്രൂവ് ചെയ്യേണ്ട അവസ്ഥ എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അത് നമ്മളുടെ റൈറ്റിന്, അവകാശങ്ങൾക്ക് വിരുദ്ധമാണെന്ന് വാദിച്ചിരുന്നു. അപ്പോൾ നമുക്കൊരു ആലോചിക്കുക, ഒരു റേപ്പ് വിക്ടിം, ഒരു 12-13 വയസ്സായ ഒരു കുട്ടിയെ റേപ്പ് വിക്ടിമായി നിൽക്കുക. ആ കുട്ടി എന്ത് ചെയ്യേണ്ടി വരും? മെഡിക്കൽ ബോർഡിന് മുമ്പിൽ ഹാജരാവണ്ടേ? അവർ പരിശോധനയ്ക്ക് വിധേയമാവില്ലേ? അതൊരു സെക്കൻഡ് വേണമെങ്കിൽ എന്താണ്, ഒരു രണ്ടാമത്തെ പീഡനമാണെന്ന് പറയാം. കഴിഞ്ഞോ? ഇനി എന്ത് ചെയ്യണം? കോടതിയിൽ പോകണ്ടേ? അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാവണ്ടേ? മൊഴി കൊടുക്കണ്ടേ? പിന്നെ വിചാരണല്ലേ? ആ വിചാരണ സമയത്ത് വക്കീൽ തീയില്ലേ? എന്തെല്ലാം പ്രോസസ്സിലൂടെ ഈ ഒരു പാവം തൻ്റേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ഒരു ഇരയാക്കപ്പെട്ട ഒരു കുട്ടി പോലും ഈ പറഞ്ഞ എല്ലാ പ്രോസസ്സും കഴിഞ്ഞിട്ട് തനിക്ക് കിട്ടേണ്ട നീതി കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഇതൊന്നും ഇല്ലാത്ത രൂപത്തിൽ വളരെ ഒരു ഫ്ലൂയിഡായ രൂപത്തിൽ ഈ നിയമത്തെ വ്യാഖ്യാനിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ആ നിലയ്ക്കുള്ള പലതിനും റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എനിക്ക് തോന്നി 1-2 കാര്യങ്ങളിൽ വെച്ചാൽ, ഒന്ന് ഈ ഒബ്ജക്ഷണബിളായി തോന്നിയത് എന്താ വെച്ചാൽ, ഇതിനകത്ത് ഈ ഇവർ ഡെഫൈൻ ചെയ്യുന്നത് സോഷ്യൽ കൾച്ചറൽ ഐഡൻറ്റിറ്റീസ് സച്ച് എന്താണ്, കിന്നർ, നമ്മൾ ഭാഷയിൽ കിന്നരന്മാർ, ഹിജറ, അതുപോലെ എന്താണ് അരവാണി, ജുഗ്ഡ, യൂനക്കുകൾ, ഇങ്ങനെ കൃത്യമായിട്ട് ചിലത് ഇവരുണ്ട്. ഒന്നാമത്തെ വെച്ചാൽ ആ പദാവലികൾ പഴയ കാലത്ത് അത്ര പോസിറ്റീവായിട്ട് ഉപയോഗിച്ചതല്ല. ആ നിലയ്ക്ക് ആ പദാവലികൾ ഉപയോഗിക്കുന്നതിൽ പ്രയാസമുണ്ട്. 2, അതിന് ആ നിലയ്ക്ക് ചില ലിമിറ്റേഷൻസ് ആ ടേംസിനുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. പിന്നെ എന്തായാലും പിന്നെ അതേസമയം എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കൃത്യമായിട്ടും ഈ മെഡിക്കൽ സയൻസിന് പരിശോധിക്കാൻ പറ്റുന്ന ജനിതകമായ, മറ്റേ ഫിസിക്കലായ, ഫിസിയോളജിക്കലായ, ഈവൻ ന്യൂറോളജിക്കലായ ഒക്കെ കണ്ടീഷൻസിന് കൃത്യമായിട്ട് എന്താണ് നോക്കണം തന്നെയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഈ എക്സ്റ്റേണൽ ജെനിറ്റലിയൽ എന്ന് വെച്ചാൽ നമ്മൾ മറ്റേ ലൈംഗിക അവയവങ്ങളുടെ വളർച്ച, അല്ലെങ്കിൽ അതിൻ്റെ രൂപം മറ്റേ ഏതിനോടാണോ സദൃശപ്പെട്ട് കിടക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ, ക്രോമോസോമിൻ്റെ പാറ്റേണുകൾ, അതുപോലെ ഗോണ്ടൽ ഇതിൻ്റെ ഈ ഡെവലപ്മെൻറ്റ്സ്, അതുപോലെ ഹോർമോൺ, ഇതൊക്കെ എന്താണ് പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ഒരു മെഡിക്കൽ സ്ക്രൂട്ടിനി നടത്തിക്കൊണ്ട് നിശ്ചയിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇത്രയും കാര്യങ്ങൾ എന്തിനു എതിർക്കണമെന്ന് ചോദിച്ചാൽ, ഇത് വളരെ എല്ലാം ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള സയൻറ്റിഫിക് ടെസ്റ്റുകളെ, അല്ലെങ്കിൽ ഒരു നിയമനിർമ്മാണം നടത്തുമ്പോൾ ഉണ്ടാകേണ്ട കൃത്യമായ ക്രൈറ്റീരിയകളെ എല്ലാം ബൈപ്പാസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഈ ഒരു വലിയ പ്രചരണം നടത്തിയിട്ട് ഇതിനെ പാസ് ഔട്ട് ചെയ്തത്, ഇത് വിജയിപ്പിച്ചെടുത്തത്. അത് ഇന്ന് ഒരു പുനഃപരിശോധനയ്ക്ക് വിധേയമാകുമ്പോൾ യാഥാർത്ഥ്യബോധത്തെ ഉൾക്കൊള്ളാൻ ഈ വിഭാഗത്തിന് കഴിയുന്നില്ല എന്നതാണ്. കാരണം ഇതിൻ്റെ ഈ അംബ്രലയുടെ ഈ തണലിൽ ഒരുപാട് ആളുകൾ കയറി നിന്നിട്ടുണ്ട്, പുറത്താക്കപ്പെടേണ്ടതായിട്ടുള്ള പലരും കയറി നിന്നിട്ടുണ്ട്. അവരൊക്കെ തന്നെ ഇത് സ്വയം അവകാശപ്പെടുകയാണ്, ഞങ്ങളൊക്കെ ഇത് കിട്ടണമെന്നുള്ളത്. അതിനെന്ത് ചെയ്യുന്നുണ്ട്. മാത്രമല്ല മറ്റൊരുപാട് വിഭാഗങ്ങൾ തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് മറ്റേ പിന്നെ നമ്മൾ പറയുന്ന ഫ്ലൂയിഡായിട്ടുള്ളവരോ അല്ലെങ്കിൽ മറ്റൊന്നും യാതൊരു സാധ്യതയില്ല എന്നർത്ഥം. ഇനി 2 വെച്ചാൽ, കോടതി മറ്റൊരു കാര്യം വേറൊരു ഇതിനകത്ത് പറഞ്ഞാൽ, ഈ ബ്ലഡ് ഡൊണേഷൻ്റെ വിഷയത്തിൽ അത് സ്വീകർത്താവിൻ്റെ സുരക്ഷയാണ് പ്രധാനം, കൊടുക്കുന്ന ആളുകളുടെ അല്ല. അതുകൊണ്ട് തന്നെ ഇത്തരക്കാരെന്ന് എന്താണ്, അതായത് ഈ മറ്റേ MSM ആളുകൾ, അതുപോലെ ഈ സെക്ഷൽ വർക്ക് നടത്തുന്നവർ, ഇവരിൽ നിന്നൊന്നും ബ്ലഡ് സ്വീകരിക്കുന്നുണ്ട്. അതിനും എതിരെയും പ്രക്ഷോഭം നടക്കുന്നുണ്ട്. അത് അവരെ എന്താണ് അപമാനിക്കുന്നതിന് തുല്യമാണെന്നൊക്കെ. പക്ഷേ കോടതി കൃത്യമായിട്ടാണ് പറഞ്ഞത്, ഇത്തരക്കാരുകളിൽ മെഡിക്കലി പ്രൂവൺ ആയിട്ടുള്ളൊരു കാര്യമാണ് പല സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഡിസീസസും കൂടുതലുണ്ട് എന്നുള്ളത്. അത് മാരകവുമാണ്. ചിലപ്പോൾ അത് പകർന്നു കഴിഞ്ഞാലോ യാതൊരു രക്ഷയില്ലാത്ത രോഗങ്ങളാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ എടുത്ത് തീരുമാനങ്ങൾക്ക് ഉണ്ട്. വേറൊരു പോയിൻറ്റ്സ് വന്നു വെച്ചാൽ, ഏതെങ്കിലും നിലയിൽ ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി പിന്നെ ഫോഴ്സ് ചെയ്യുകയോ പ്രലോഭിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് ഈ ശാരീരിക മാറ്റങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചാൽ അതിന് കടുത്ത ശിക്ഷയും വിഭാവന ചെയ്യുന്നുണ്ട്. അത് നമുക്കറിയാം, നമ്മളിവിടെ മറച്ചു വച്ചിട്ടൊന്നും കാര്യമില്ല. ഇപ്പോൾ പല സ്ഥലങ്ങളിൽ ഇതൊരു മാഫിയയാണ്. ഇപ്പോൾ ബോംബെയിലൊക്കെ നമുക്കറിയാം വലിയ മാഫിയയാണത്. അത് സാധാരണ ജനത്തിന് പോയിട്ട് പോലീസുകാർക്കോ നിയമപീഠങ്ങൾക്ക് പോലും ഇടപെടാൻ പറ്റാത്ത വിധം ശക്തമായിട്ടുള്ള മാഫിയാണ്. അവരെ ഉപയോഗിച്ചുകൊണ്ടാണ് പലപ്പോഴും മയക്കുമരുന്നിൻ്റെ അല്ലെങ്കിൽ അങ്ങനത്തെ ഇൻഡസ്ട്രീസ് പോലും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരുടെയൊക്കെ ശക്തിക്ക് മുകളിൽ പലപ്പോഴും തകർന്ന് പോവാറില്ല. എന്തായാലും എനിക്ക് തോന്നിച്ചാൽ ഇതുകൊണ്ടുണ്ടാകാവുന്ന ഏറ്റവും വലിയ ഗുണം വെച്ചാൽ, ഒന്നാമതായിട്ട് വെച്ചാൽ ശരിയായിട്ടുള്ള
ഈ ട്രാൻസ്ജെൻഡേഴ്സിന് കൂടുതൽ ഇത് ഗുണകരമായിട്ട് തീരും. രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീകളുടെയൊക്കെ ഒരു സുരക്ഷ ഇതിലൂടെ എന്ത് ചെയ്യും, വർദ്ധിപ്പിക്കും. പിന്നെ ഒരു വൾണറബിളായിട്ടുള്ള ഈ കേസുകൾ അത് മാറ്റി ചെയ്യാൻ പറ്റും. ഇത്തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള പലരും പലപ്പോഴും കണ്ടെത്തുന്ന ഒരു മറ ഇത്തരത്തിൽ നമുക്കറിയാം. നമ്മൾ അങ്ങനത്തെ പല കേസുകളും എന്താണ് അടുത്ത കാലത്ത് പിടിച്ചിരുന്നു. അത്തരം കാര്യങ്ങൾ കുറയ്ക്കാൻ എന്ത് ചെയ്യും, കഴിയും. പിന്നെ വരും തലമുറയെ സംബന്ധിച്ചിടത്തോളം ഒരുതരം ഫാൾസ് ആയിട്ടുള്ള ബിലീഫ്സിൽ നിന്നുകൊണ്ട് ഈ പറഞ്ഞ ഒരു ജെൻഡർ ഫോബിക്കായ ഒരവസ്ഥ ഉണ്ടാവുക, എന്നിട്ട് അവർ തന്നെ ഐഡൻറ്റിറ്റി ക്രൈസിസിലേക്ക് പോവുക, അത്തരം കാര്യങ്ങൾക്ക് എന്തായാലും നല്ലൊരു പരിധി വരെ ഇത് തടയിടുന്നതിന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ സ്വാഗതം ചെയ്യുകയാണ് വേണ്ടത്. ഏതെങ്കിലും രീതിയിലുള്ള തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് തിരുത്തിക്കൊണ്ട് അത് നടപ്പാക്കണം എന്ന് നമുക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഒരു ഗുണകരമായ രൂപത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു ആശ്വാസകരം തന്നെയാണ്. ഇതിൽ ഹിലാൽ സലീം നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്, ഇതിപ്പോൾ നമുക്ക് ഇത്രയും വ്യക്തമാണ് കാര്യങ്ങൾ. നമ്മുടെ സമൂഹത്തിന് പൊതുവെ സ്ത്രീകൾക്കൊക്കെ വളരെ സുരക്ഷ ഒന്നുകൂടി ഉറപ്പാക്കാൻ പറ്റാവുന്ന രൂപം. എന്നാൽ ചില വിദ്യാർത്ഥി സംഘടനകൾ, ഇപ്പോൾ പുരോഗമനക്കാരാണ് ഞങ്ങളെന്ന് അവകാശപ്പെടുന്ന ചില ആൾക്കാർ, ചിന്താഗതിക്കാർ, അങ്ങനെയുള്ള ആളുകളൊക്കെ ഇത് മനുഷ്യാവകാശ ലംഘനമാണ് എന്ന് അവർ പറയുന്നു. വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന് അവർ വാദിക്കുന്നു. എന്താണ് അതിനെ കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്? സ്വാഭാവികമായിട്ട് ഏത് വിഷയങ്ങൾ വരുമ്പോഴും അതിൻ്റെ എല്ലാ തലത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യണമല്ലോ. ഇപ്പോൾ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഇപ്പം നമ്മുടെ രാജ്യം ഭരിക്കുന്നത് കുറച്ചുകൂടി ഒരു കൾച്ചറലി ബാക്ക്ഡ് ആയിട്ടുള്ള ഒരു ടീമാണ് ഭരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ കൊണ്ടുവരുന്ന നയങ്ങളിൽ നമുക്കെല്ലാവർക്കും ഒരു സംശയദൃഷ്ടി ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അവർ കൊണ്ടുവരുന്നത് പുരോഗമന വിരുദ്ധമാണ് എന്നുള്ള ഒരു പ്രീ സപ്പോസിഷൻ നമുക്കുണ്ടാവും. അങ്ങനെ ആയിരിക്കും അവർ കൊണ്ടുവരുന്ന സംഗതികളൊക്കെ എന്നുള്ള സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് മാത്രം വെച്ചിട്ട് നമ്മൾ എല്ലാത്തിനും അളക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ ഒബ്ജക്റ്റീവായിട്ടുള്ള ചേഞ്ച്, ഇപ്പോൾ നേരത്തെ ഹമീദ് മാഷ് പറഞ്ഞ പോലെ തന്നെ ട്രാൻസ്ജെൻഡർ പേഴ്സൺ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ആ ഒരു ആക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെയ്ഗായിട്ടുള്ള എന്നാണ് കേന്ദ്രം പറഞ്ഞിട്ടുള്ളത്, ഒരു കറക്റ്റ് അങ്ങോട്ട് പറയാൻ പറ്റാത്ത ആരെയൊക്കെയാണ് ഉൾക്കൊള്ളാൻ പറ്റുന്നത് എന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഡെഫിനിഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് മാറ്റിയിട്ട് കുറച്ചുകൂടി ഒബ്ജക്റ്റീവായിട്ടുള്ള ആരൊക്കെയാണ് ഇതിൽ വരുന്നത് എന്ന് അവർ പറയുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഇപ്പം കൊണ്ടുവന്നിട്ടുള്ള അവർ പ്രപ്പോസ് ചെയ്തിട്ടുള്ള ചേഞ്ച് തന്നെ ഹാവിങ് സോഷ്യോ കൾച്ചറൽ ഐഡൻറ്റിറ്റീസ് ലൈക്ക് കിന്നർ, ഹിജ്റ അങ്ങനെയുള്ള ആളുകൾ, അതുപോലെ തന്നെ പീപ്പിൾ വിത്ത് ഇൻ്റർസെക്സ് വേരിയേഷൻ, അവർ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും ഇന്ന ആളുകളാണ് ഇൻ്റർസെക്സ് എന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ പറയാൻ പറ്റും. ഡോക്ടേഴ്സിന് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആൻഡ് പീപ്പിൾ ഹു ഹാവ് കൺജനൈറ്റൽ വേരിയേഷൻ കമ്പയർഡ് ടു ദ മെയിൽ ആൻഡ് ഫീമെയിൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണായി പുരുഷന് സ്ത്രീയായിട്ട് വരുന്നതിൽ നിന്നുള്ള ചെറിയ വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ആളുകൾ ഇൻ ദെയർ പ്രൈമറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ തന്നെ എക്സ്റ്റേണൽ ജെനിറ്റലിയ, ക്രോമസോം പാറ്റേൺസ്, ഗോണാഡൽ ഡെവലപ്മെൻറ്റ്, എൻഡോജീനിയസ് ഹോർമോൺ പ്രൊഡക്ഷൻ, ഇത് ഇങ്ങനെയുള്ള മെഡിക്കൽ കണ്ടീഷൻ എന്ന് പറയാൻ പറ്റുന്നു എന്ന് പറയുമ്പം അവിടെ ഒബ്ജക്റ്റീവായിട്ട് ആരൊക്കെയാണ് ഇതിൽ വരുന്നത് എന്ന് കൃത്യമായി പറയാൻ പറ്റുന്നുള്ളതാണ് അടുത്ത വിഷയം. അപ്പോൾ ഇതിനെതിരെ വരുന്ന ഇപ്പോൾ ഇവിടെയുള്ള ഇടതുപക്ഷ പുരോഗമന വിദ്യാർത്ഥി സംഘടനകളാണെങ്കിലും അവരുടെ യുവജന സംഘടനകളാണെങ്കിലും ഒക്കെ തന്നെ അവരുടെ പ്രസ് റിലീസിൽ പറഞ്ഞിട്ടുള്ള റിഗ്രസീവ് ആയിട്ടുള്ളൊരു ആശയം കൊണ്ടുവരുന്നതാണ്. ഇവിടെ പിന്നെ വളരെ പുരോഗമനമായിട്ടുള്ളൊരു കാര്യം ഉണ്ടാകുമ്പോൾ അതിപ്പോൾ റിഗ്രസീവായിട്ട് അതിനകത്ത് പിന്നെ ഇതുവരെ ഉണ്ടായിരുന്ന സാമൂഹികമായിട്ടുള്ള വലിയ പിന്നെ മുന്നേറ്റങ്ങളെയൊക്കെ തടഞ്ഞു നിർത്തുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഡോക്ടർ ആർ ബിന്ദു, നമ്മുടെ ഇവിടെയുള്ള പിന്നെ എന്താണ് ഉന്നത വിദ്യാഭ്യാസ ജെൻഡർ മിനിസ്റ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത്, അവർ പറഞ്ഞിട്ടുള്ള അങ്ങനെയാണ്. ഇതുവരെയുള്ള എല്ലാ സാമൂഹിക പരിഷ്കരണങ്ങളെയും ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഒരു മാറ്റമാണെന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഒരു പെർസ്പെക്റ്റീവിൽ അവർ അങ്ങനെയാണ് കാണുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഇപ്പോൾ ഈ ഒരു 2-3 ദിവസം മുമ്പ് വന്നിട്ടുള്ള കേന്ദ്രത്തിൻ്റെ ഒരു ബില്ല് അമെൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മാത്രമല്ല ഇത് ചർച്ചയായിട്ടുള്ളത്. ഒരുപാട് കാലങ്ങളായി കേരളത്തിൽ മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളിത് ഒരുപാട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ പ്രശ്നം, LGBTQ എന്ന് പറയുന്ന ടോട്ടൽ അംബ്രലിൻ്റെ കീഴിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതിൽ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന വിഷയത്തിൽ നമ്മളുടെ ഇതെന്താണ്, ഇപ്പോൾ ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ സാധാരണക്കാർ കേൾക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഒരു ആണായിട്ട് തന്നെ കാണാൻ പറ്റുന്നു, ഒരു സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്, ഇപ്പോൾ താടി ഒരു ക്യാരക്ടറാണ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള പല സൗണ്ട് ഒക്കെ വ്യത്യസ്തമാണ്, വോയിസൊക്കെ. അപ്പോൾ ഇത് അതേസമയം ഇതൊക്കെ ഞാനായിരിക്കുമ്പോൾ തന്നെ, ഒരു പുരുഷനായി ഇരിക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ ഒരു പെണ്ണിൻ്റെ സ്വത്തം കിടക്കുക എന്നുള്ളതിനെ നമ്മൾ സ്വാഭാവികമായിട്ടും ട്രാൻസ്ജെൻഡർ എന്ന് പറയാം. അല്ലെങ്കിൽ തിരിച്ചും സംഭവിക്കുക, ഒരു പെണ്ണായി നടക്കുന്നു, പിന്നെ ഉള്ളിൽ ആണായിട്ട്, വേറെ മാറ്റങ്ങളൊന്നുമില്ല, ഇതാണ്. അല്ലെങ്കിൽ ഇവർ പറഞ്ഞ പോലെ തന്നെ ഇൻ്റർസെക്സ് അങ്ങനത്തെ വിഭാഗങ്ങളുണ്ട്, പുറമേ മാറ്റങ്ങൾ കാണാൻ പറ്റുന്ന വിഭാഗങ്ങളുണ്ട്. അപ്പോൾ ഈ ആളുകളെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു നിയമം ഭേദഗതി ചെയ്യുന്നതിലൂടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഇപ്പോൾ സെൽഫ് പ്രൊക്ലെയിംഡ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാനിപ്പോൾ ഇവിടുന്ന് പ്രഖ്യാപിക്കുകയാണ് ഞാൻ ഒരു പെണ്ണാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഇതുവരെ എന്ത് ചെയ്യാൻ പറ്റിയിരിക്കണം, എനിക്ക് ഇവിടെയുള്ള സ്ത്രീകളുടെ ബാത്റൂമിലേക്ക് കയറി പോകാൻ പറ്റണം എന്ന് പറഞ്ഞാൽ അവരുടെ സ്പേസ് ആണല്ലോ അത്. അപ്പോൾ ആ സ്പേസിലേക്ക് ഞാൻ പെണ്ണാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പെണ്ണായി അംഗീകരിക്കണം, എന്നെ പെണ്ണായി അംഗീകരിക്കണം, അപ്പോൾ എനിക്ക് അവരുടെ ബാത്റൂമിൽ കയറാൻ പറ്റണം.
അങ്ങനെ ഇത് നമ്മൾ വെറുതെ പറയല്ലോ, ഇത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ, യൂറോപ്പിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അവിടെ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈവൻ സ്കൂളുകളിലുള്ള ബാത്റൂമിൽ പോലും ആൺകുട്ടികൾ പെൺകുട്ടികളുടെ ബാത്റൂമിലേക്ക് കയറി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വൃത്തികേടുകൾ കാണിച്ച് അത് പേരൻസ് മീറ്റിങ്ങിൽ വന്ന് ചർച്ചയായി. ഇതൊക്കെ ഒരുപാട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റേപ്പിസ്റ്റ് ആയിട്ടുള്ള ഒരാൾ, യൂറോപ്പിൽ നടന്ന സംഭവമാണ്. ഈ റേപ്പിസ്റ്റ് ആയിട്ടുള്ള 2 ആളെ റേപ്പ് ചെയ്തിട്ടുള്ള ഒരാൾ, അയാൾ കോടതിയിൽ മുമ്പിലേക്ക് വന്നപ്പോൾ അയാൾ പറഞ്ഞാണ് ഞാൻ പെണ്ണാണെന്നാണ്. അപ്പോൾ അയാളെ അയക്കാൻ പറ്റുന്നത് സ്ത്രീകളുടെ ജയിലിലേക്കാണ്. അയാൾ സ്വയം ഐഡൻറ്റിഫൈ ചെയ്തു ഞാൻ പെണ്ണാണെന്ന്. അപ്പോൾ ആർക്കും അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ആ ഒരു പരിപാടി അത് എന്ത് ചെയ്യണ്ട, ഇനി നമ്മൾ അംഗീകരിക്കേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പുരോഗമനവാദികൾ എന്ന് വിചാരിക്കുന്ന ഇതിനൊരു പക്ഷേ ഒരു ഗുണകാംക്ഷയോടുകൂടി ആ ഒരു മനുഷ്യന്മാരുടെ വിഷയമല്ലേ, അത് ചില ആളുകളുടെ വിഷയമല്ലേ എന്ന് ചിന്തിച്ചുകൊണ്ട് ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഒന്ന് യാഥാർത്ഥ്യബോധത്തോടു കൂടി ഒന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്. ഇങ്ങനെ ആർക്കും എന്തും പറയാൻ പറ്റുമെങ്കിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെയുള്ള ഒരുപാട് സുരക്ഷകളുണ്ട്, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് സുരക്ഷയുണ്ട്. അതൊക്കെ ഭേദിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിനൊക്കെ ഇല്ലാതാക്കുന്ന രീതിയിലാണ് ഇങ്ങനെ ആർക്കും ആരായും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്നത്. അപ്പോൾ അതൊരു വിഷയം. രണ്ടാമത്തത്, ഇവിടെ കേന്ദ്രം ഈ അമെൻമെൻറ്റ് പറഞ്ഞ പോലെ തന്നെ യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ അവർക്ക് എന്താണ് ഈ ആക്ട് കൊണ്ട്, ഇപ്പോൾ ട്രാൻസ്ജെൻഡർ ആക്ട് കൊണ്ട് അവർ 2019 ആക്ട് കൊണ്ട് അവർ ഉദ്ദേശിച്ചിട്ടുള്ളൊരു ബെനിഫിറ്റ് ഉണ്ടല്ലോ, ആ ബെനിഫിറ്റ് യഥാർത്ഥത്തിൽ ആർക്കാണ് കിട്ടേണ്ടത് അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് അവർക്ക് തന്നെ കിട്ടണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ചേഞ്ച് വരുത്തുന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇത് ഗുണകാംക്ഷയോടുകൂടി കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഈ പറയുന്ന പോലെ ഒരു കൾച്ചറലി ബാക്ക്ഡ് ആയിട്ടുള്ളൊരു ടീമാണ് കൊണ്ടുവന്നത് എന്നതുകൊണ്ട് മാത്രം നമ്മളതിനെ എതിർക്കുക, അല്ലെങ്കിൽ ഇവിടെയുള്ള ഏതെങ്കിലും LGBTQ എന്ന് പറഞ്ഞ ഒരു പുരോഗമനമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം എല്ലാത്തിനെയും അങ്ങോട്ട് പുരോഗമനം എന്ന് പറയുന്ന ഒരു ലേബൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും സ്വീകരിക്കണം എന്ന് പറയുന്നത് ഒരു ശരിയല്ല എന്നുള്ളതാണ് അവരൊക്കെ മനസ്സിലാക്കേണ്ടതാണ് നമുക്ക് പറയാനുള്ളത്. അതിൽ ഈ പിന്നെ SFI അടക്കമുള്ള ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ കേരളത്തിലുള്ള മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കുകൾ മാറ്റണം എന്ന് പറഞ്ഞ് സമരം ചെയ്ത ആൾക്കാരാണ്. കേരളത്തിൽ നമ്മൾ പഠിക്കുന്ന മെഡിക്കൽ ടെക്സ്റ്റ് ബുക്ക് അതിൽ മാറ്റങ്ങൾ വരുത്തണം, അതിൽ LGBTQ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് പിന്നെ സമരം ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ ഇനി ഈ ഒരു വിഷയത്തിൽ തന്നെ ഈ ഒരു അമെൻമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ നമ്മളിങ്ങനെ വായിച്ചു നോക്കുമ്പോൾ, അവരെ പ്രസ് റിലീസ് ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ എന്തെങ്കിലും പുതുതായിട്ട് അവർ പറയുന്നുണ്ട്? പ്രത്യേകിച്ച് പുതുതായിട്ടൊന്നും പറയുന്നില്ല. അന്ന് അവർ പറഞ്ഞ കാര്യം തന്നെ, അത് ഇവിടെയുള്ള സാമൂഹികമായിട്ടുള്ള ഒരുപാട് സംഗതികളുണ്ട്, അതിനെ തച്ച് തകർക്കുന്നതാണ്. ഇതിൽ ഇവർ പറയുന്ന ഒരു ഒബ്ജക്റ്റീവായിട്ടുള്ളൊരു പ്രശ്നമല്ലോ. ഇപ്പോൾ ആർക്കും ആരായി ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തുകൂടെ സംഭവിക്കും എന്ന് പറയുന്ന ആ ഒരു സംഗതിയെ ഏതെങ്കിലും രീതിയിൽ നെഗേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ എതിർക്കാൻ പറ്റുന്ന ഒരു വാദവും അവർക്ക് ഇപ്പോഴും മുന്നോട്ട് വെക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം സ്വാഭാവികമായിട്ട് നമ്മൾ തിരിച്ചെപ്പോഴും ചോദിക്കാറുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നിടത്ത് ആർക്കും ആരായും ഐഡൻറ്റിഫൈ ചെയ്യാന്നാണല്ലോ പറയുന്നത്. ഒരാൾക്ക് സ്വയം ആരായി തോന്നുന്നു അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ ഒരാൾ എന്ത് ചെയ്യാണ്, ട്രാൻസ് റേഷ്യൽ, നേരത്തെ ഇവിടെ SC/ST വിഭാഗവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. അതുപോലെ തന്നെ ട്രാൻസ് റേഷ്യലായിട്ട് ഇപ്പോൾ ഒരു പിന്നെ കറുത്ത വംശജൻ പറയുകയാണ് ഞാൻ വെള്ളക്കാരനാണ്, അല്ലെങ്കിൽ ഒരു വെള്ളക്കാരൻ പറയുന്നത് ഞാൻ കറുത്ത വംശജനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ റേസ് മാറ്റമാണ്, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ട്രാൻസ് സ്പീഷീസ്, ഇതൊന്നും നമ്മൾ വെറുതെ തമാശക്ക് പറയുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഇപ്പം യൂറോപ്പിലൊക്കെ ചില പിന്നെ വലിയ കൊമ്പത്തുള്ള അത്രയും പൈസകളുള്ള ചില ആൾക്കാർ, അവർക്ക് ചില തോന്നലുകൾ വരികയാണ് ഞാനൊരു പട്ടിയാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ പട്ടി ഐഡൻറ്റിഫൈ ചെയ്ത് അവർ പിന്നെ ഒരു കഴുത്തിലൊരു കോളറും കെട്ടി ഒരു കൂട്ടിലേക്ക് കയറി എന്നിട്ട് കൂടുതലുള്ള ആൾക്കാരോട് എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യണം, എന്നെ ഇങ്ങനെ നടത്തിപ്പിക്കണം, ഏത് 4 കാലിൽ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ട്രാൻസ് സ്പീഷീസായി ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പം ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ തിരിച്ച് ഒരു ചോദ്യം വരും, നിങ്ങൾ എന്തൊരു അബ്സേർഡായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. നമ്മൾ യഥാർത്ഥ മനുഷ്യരുടെ പ്രശ്നങ്ങളെക്കുറിച്ചല്ലേ സംസാരിക്കുന്നത്, അവിടെ ഇങ്ങനെയുള്ള തമാശകളെക്കുറിച്ചാണോ നിങ്ങൾ സംസാരിക്കുന്നത്? കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു ഡിസ്കഷനൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു ഡോക്ടർ, അദ്ദേഹമായിട്ട് സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ശരിയല്ല, ഈ പറയുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല, നിങ്ങൾ LGBTQ കമ്മ്യൂണിറ്റിക്കെതിരാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള യഥാർത്ഥ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർക്ക് എതിരാണെന്നൊക്കെ പറഞ്ഞപ്പം നമ്മൾ പറഞ്ഞു അങ്ങനെയല്ല, നമ്മൾ അവർ മുന്നോട്ട് വെക്കുന്ന മാനദണ്ഡങ്ങളെയാണ് നമ്മൾ എതിർക്കുന്നത് എന്നൊക്കെ വിശദമായിട്ട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു പിന്നെ അത് എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു പ്രശ്നമാണിത്. അപ്പം അദ്ദേഹത്തോട് ഈ ഒരു ചോദ്യം ചോദിച്ചു, അങ്ങനെയാണ് നാളെ ഒരാൾ നിങ്ങളുടെ ക്ലിനിക്കിലേക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ ട്രാൻസ് സ്പീഷീസ് ആയിട്ടൊരു പട്ടിയാണ് പൂച്ചയാണെന്നൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ അംഗീകരിക്കാൻ പറ്റില്ല, അങ്ങനെ ഇപ്പോൾ ഇവിടെ എൻ്റെ മുമ്പിൽ ആരെയും വന്നിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ പറഞ്ഞു അങ്ങനെയുള്ള ആൾക്കാർ വന്നിട്ടുണ്ടല്ലോ, യൂറോപ്പിലൊക്കെ വന്നിട്ടുണ്ടല്ലോ, അതൊന്നും നമ്മൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വാഭാവികമായിട്ട് എല്ലാവരെയും മനസ്സിലുള്ളൊരു കാര്യം തന്നെയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഒരു പുരോഗമനം എന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ ഒന്നും മിണ്ടണ്ട എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് ഈ വിദ്യാർത്ഥി സംഘടനകൾ മാറി എന്നുള്ളതിൻ്റെ ഒരു പ്രശ്നമാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഈ അബ്സേർഡാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കമ്പയർ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, ട്രാൻസ്ജെൻഡറും ട്രാൻസ് സ്പീഷീസും കമ്പയർ ചെയ്യാൻ പറ്റുന്നതല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കൂ, ഇത് രണ്ടും നമ്മൾ പറയുന്നത് ഒരേ അടിസ്ഥാനത്തിലാണ്. ഒരാൾക്ക് ഉള്ള റിയാലിറ്റി ഒന്ന്, അയാൾക്കുള്ള തോന്നൽ മറ്റൊന്ന്. ഒരാളുടെ റിയാലിറ്റി ഇപ്പോൾ ഞാൻ ആണാണ് എന്നുള്ളതാണ് എൻ്റെ റിയാലിറ്റി, എൻ്റെ തോന്നലാണ് എന്ത് ഞാൻ പെണ്ണാണ് എന്ന് സ്വയം ഐഡൻറ്റിഫൈ ചെയ്യണം, എൻ്റെ തോന്നലാണ്. ഇതേപോലെ ഞാനൊരു മാനാണ്, ഞാനൊരു പശുവാണ്, പിന്നെ പൂച്ചയാണെന്ന് ഒരാൾക്ക് തോന്നിയ ഒരു തോന്നലാണ്. അപ്പോൾ ഈ അടിസ്ഥാനത്തെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നാളെ ഒരാൾക്ക് ട്രാൻസ് സ്പീഷീസ് ആയിട്ട് പറയാമല്ലോ, ട്രാൻസ് പറഞ്ഞ പോലെ തന്നെ റേഷ്യലായിട്ട് പറയാൻ പറ്റുമല്ലോ, അങ്ങനെയുള്ളൊരു ലോകക്രമം എവിടത്തേക്ക് എത്തും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ
നമ്മൾ സ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും ചോദിക്കാനുള്ളത്. ഈ പുരോഗമന വിദ്യാർത്ഥി സംഘടനകൾ എന്ന് പറയുന്ന ആളുകളോടും ചോദിക്കാനുള്ള ഒരൊറ്റ കാര്യം തന്നെയാണ്. ഒന്ന്, ഈ പറയുന്നത് പോലെ തന്നെ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള സാമൂഹികമായിട്ടുള്ള സുരക്ഷ, അതിനെ എങ്ങനെയാണ് ഇവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തൊരു കാര്യം, ഇങ്ങനെ ആർക്കും ആരെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് സെൽഫ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പിന്നെ നമുക്കൊരു കാരണവശാലും ആർക്കും ആരായിട്ടും ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഒരു സോഷ്യൽ സിസ്റ്റം തകരും എന്നുള്ളതിനാണ് പറയാനുള്ളത്. അപ്പം ഈ വിദ്യാർത്ഥി സംഘങ്ങൾക്ക് എന്ത് സൊല്യൂഷനാണ് നമ്മൾ ഈ പറയുന്ന ചോദ്യങ്ങൾ ആദ്യം മുതലേ നമ്മൾ ചോദിച്ചിട്ടുള്ള ഈ ചോദ്യങ്ങൾക്ക് അവർക്ക് എന്ത് സൊല്യൂഷനാണ് മുന്നോട്ട് വെക്കാനുള്ളത് എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ചോദ്യം. ആ സൊല്യൂഷൻ അവർ പറയട്ടെ, നമ്മൾ അവരുടെ കൂടെ ചേരാം.